നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നത് സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയായിരുന്നു. അതിൽ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്ന സംശയം പോലും ജനിപ്പിക്കുന്നു. പുരോഗമനം പറയുന്ന ഈ കേരളത്തിലാണോ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നതെന്ന ചർച്ച പോലും വ്യാപകമാകുന്നുണ്ട്. ആര്യയ്ക്ക് സന്ദേശങ്ങൾ അയച്ച ഡോൺ ബോസ്കോ ആര് എന്നാണ് അന്വേഷണം നടത്തുന്നത്. നിർണായക വിവരങ്ങൾ ഇന്ന് ലഭിക്കുമെന്നും സൂചനയുണ്ട്. നിഗൂഢതയുടെ ചുരുളഴിക്കാൻ തന്നെയാണ് പോലീസ്. അരുണാചൽ പ്രദേശിൽ യുവദമ്പതികളും പെൺസുഹൃത്തും മരിച്ച സംഭവത്തിൽ നവീൻ തോമസിന്റെ ലാപ്ടോപ്പിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം പോലീസിന് ലഭിക്കും. ഇതോടെ കേസിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. മരിച്ച ആര്യയ്ക്ക് നിരന്തരം ലഭിച്ച ഇമെയിൽ സന്ദേശങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഗൂഗിളും ഇന്ന് പോലീസിന് കൈമാറും. ആര്യയ്ക്ക് സ്ഥിരമായി അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ അയച്ചിരുന്ന ഡോൺ ബോസ്കോ എന്ന ഇമെയിൽ ID ആരുടേതാണെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഡോൺ ബോസ്കോ IDയിൽ നിന്നും ആര്യയ്ക്ക് ആരാണ് മെയിൽ അയച്ചത്, ഏത് സെർവറിൽ നിന്നാണ് ഇവ വന്നത് തുടങ്ങിയ വിവരങ്ങളാണ് ഗൂഗിൾ ഇപ്പോൾ കൈമാറുന്നത്. നവീൻ തന്നെയാണ് ഡോൺ ബോസ്കോ എന്ന വ്യാജ ഇമെയിൽ ID കൈകാര്യം ചെയ്തിരുന്നതെന്ന നിഗമനത്തിലാണ് നിലവിൽ പോലീസ് സംഘം. മരണാനന്തര ജീവിതം എന്ന ആശയത്തിലേക്ക് ദേവിയെയും ആര്യയെയും നയിച്ചത് ദേവിയുടെ ഭർത്താവ് നവീൻ തന്നെയാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ധ്യാനത്തിനായി നവീൻ മുൻപും അരുണാചലിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അരുണാചലിലേക്ക് പോകാൻ വിമാനത്താവളത്തിലെത്തിയപ്പോൾ കാർ അവിടെ ഉപേക്ഷിച്ചിരുന്നു. ഇതിൽ നിന്നാണ് ലാപ്ടോപ്പ് ലഭിച്ചത്. കൂടാതെ കാറിൽ നിന്നും പ്രത്യേക തരത്തിലുള്ള കല്ലുകളും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആളുകൾ അണിയുന്ന ഷോളും കണ്ടെത്തി. കത്തികളും അന്യഗ്രഹ ജീവിയുടെ ചിത്രങ്ങളും കാറിലുണ്ടായിരുന്നു. പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് നാലാമതൊരാളുണ്ടോ അഥവാ ഇനി ഈ 3 പേർ മാത്രമുള്ളോ എന്ന സംശയമുണ്ട്. ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ഒരു സംശയം മുൻനിർത്തി മുമ്പോട്ട് പോവുകയാണെങ്കിൽ, സാധാരണഗതിയിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബോഡിയിൽ നിന്നും അവരുടെ ആത്മാവിനെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ സ്വയം അപകടപ്പെടുത്തുന്നതായോ ആത്മഹത്യ ചെയ്യുന്നതായോ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കതിനൊരു ഉദാഹരണം പറയാൻ കഴിയുന്നത്, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഉദാഹരണം കേഡൽ ജിൻസൺ രാജയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കേഡൽ ജിൻസൺ രാജ മറ്റുള്ളവരെയൊക്കെ കൊന്നപ്പോഴും അയാൾ ആത്മഹത്യ ചെയ്തിരുന്നില്ല. അതിൽ നിന്നല്ലേ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ആ സംഭവത്തിലേക്ക് എത്തുമ്പോൾ, ആസ്ട്രൽ പ്രൊജക്ഷനിലേക്ക് എത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ തന്നെയായിരുന്നോ മറ്റെന്തെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടോ എന്നൊക്കെ പോലീസ് സംശയിക്കുന്നുണ്ട്. പോലീസ് ഇപ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ്. മറ്റാരുടെയെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് അറിയാനുള്ള സാധ്യതകൾ നിലവിലില്ല, ഇതുവരെയില്ല. ഇനി ലാപ്ടോപ്പും മറ്റും കിട്ടിയെങ്കിൽ മാത്രമേ, ലാപ്ടോപ്പിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം ഇന്ന് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഈ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ച് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോയെങ്കിൽ മാത്രമേ എന്താണ് ഇതിന് പിന്നിലുണ്ടായത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ആര്യയോട് സംസാരിച്ചിരുന്ന ഡോൺ ബോസ്കോ ആരെന്നുള്ളതിന് കൃത്യമായ തെളിവ് ലഭിച്ചാൽ അതൊരു വലിയ തെളിവ് തന്നെയാകും. അതായിരിക്കും ഒരു പക്ഷേ കേസിന്റെ മുന്നോട്ടുള്ള നീക്കത്തിലേക്കോ അല്ലെങ്കിൽ കേസിന്റെ മുന്നോട്ടുള്ള ഒരു നീക്കം അത് സുഗമമാക്കുന്നതിന് സഹായിക്കും എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്.